Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adu. Today we are going to discuss the topic specification of grinding wheels in machine tool and digital manufacturing in SY Mechanical Engineering. സോ ഗ്രൈൻഡിങ് വീലിൻ്റെ സ്പെസിഫിക്കേഷൻ, നമ്മൾ ഗ്രൈൻഡിങ് വീൽ എങ്ങനെയാണ്, അതിലെന്തൊക്കെ പാർട്ടിക്കിൾസാണ് വരുന്നത്, അബ്രസീവ് പാർട്ടിക്കിൾസാണ് വരുന്നത്, ഗ്രെയിൻ സൈസ് വരുന്നുണ്ട്, ഗ്രെയിൻ വരുന്നത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇനി അതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? സോ സ്റ്റാൻഡേർഡ് വീൽ മാർക്കിങ്സ്, ഡയമീറ്റർ ഓഫ് ദ വീല്, ബോർ ഡയമീറ്റർ ഓഫ് ദ വീല്, തിക്നെസ് ഓഫ് ദ വീല്, ടൈപ്പ് ഓഫ് വീല് എന്നിങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ബേസിക്കലി. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒരു കോഡിങ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ പറഞ്ഞ നമ്മൾ എൻ്റെ പർട്ടിക്കുലർ എന്ത് യൂസാണ് ആ ഒരു ഗ്രൈൻഡിങ് വീല് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്, എന്ത് ആപ്ലിക്കേഷനാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ആ ഒരു കോഡിങ് ബേസ് ചെയ്തിട്ടാണ്. ആ കോഡിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ സപ്പോസ് 51A 36L 5V23 എന്നുള്ളതാണെങ്കിൽ 51 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആദ്യത്തെ വരുന്നത് മാനുഫാക്ചർ സിമ്പിൾ, മേ ബി ഇറ്റ് വിൽ ബി എ ന്യൂമറിക് വാല്യൂ ഓർ ഇറ്റ് വിൽ ബി ആൻ ആൽഫബറ്റിക് വാല്യൂ. സോ അടുത്ത വരുന്നത് എ എന്നുള്ള ഒരു ലെറ്റർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രസീവ് ഇൻ നേച്ചർ, 36 ഗ്രെയിൻ സൈസാണ്. ആൻഡ് എൽ എന്ന് പറയുന്നത് ഗ്രേഡാണ് വരുന്നത്. 5 സ്ട്രക്ചർ, വി ബോൺ ടൈപ്പ്, ആൻഡ് 23 എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. സോ ഇതിൽ എ എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡ് എന്നുള്ളൊരു അബ്രസീവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 36 എന്ന് പറയുന്ന ആ ന്യൂമറിക് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മീഡിയം ഗ്രെയിൻ സൈസ് ആണ്. എൽ എന്ന് പറയുന്നത് ഗ്രേഡ്, മീഡിയം ഗ്രേഡ് ആണ് അതിന് വരുന്നത്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനുള്ള ടേബിൾസ് എല്ലാം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 എന്ന് പറയുന്നത് സ്ട്രക്ചറാണ്, അത് ഡെൻസ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ബോണ്ട്, വി എന്ന് പറയുന്നത് ബോൺ ടൈപ്പാണ്, അത് വെർട്ടിഫൈഡ് ബോർഡ് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. സോ ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ ഗ്രൈൻഡിങ് വീൽസ് സെലക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ബേസിക്കലി നമുക്കറിയാം നമ്മൾ എന്താണ് ഗ്രൈൻഡിങ് എന്നുള്ള ഒരു ഇത് വരുമ്പം തന്നെ എന്ത് മെറ്റീരിയലാണ് നമ്മളവിടെ ഗ്രൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗ്രൈൻഡിങ് വീല് തന്നെ സെലക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് ആൻഡ് വേരിയബിൾ ഫാക്ടേഴ്സ്. സോ കോൺസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ദാറ്റ് ഷുഡ് ബി ഗ്രൗണ്ട്, ദാറ്റ് ഈസ് ദ ഹാർഡ്നെസ്, ടഫ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഓർ ദ എമൗണ്ട് ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ വർക്ക് പീസ്. ആൻഡ് തേർഡ് വൺ ഇറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് ദ വീൽ വിത്ത് ദ വർക്ക് പീസ്, ഏരിയ ഓഫ് കോണ്ടാക്ട് എത്രയാണ് വരുന്നത്. ഫോർത്ത് വൺ വരുന്നത് ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ ആൻഡ് ഇറ്റ്സ് കണ്ടീഷൻ എന്നുള്ളതാണ്. സോ ഇത് ഇത്രയുമാണ് കോൺസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് എന്നുള്ള ഇതിൽ വരുന്നത്. ആൻഡ് വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരുന്നത് ഫസ്റ്റ് വൺ ദ വീൽ സ്പീഡ് ആൻഡ് ദ വർക്ക് സ്പീഡ്, ആൻഡ് സെക്കൻഡ് വൺ കണ്ടീഷൻ ഓഫ് മെഷീൻ, തേർഡ് വൺ ഓപ്പറേറ്റർ ഫാക്ടേഴ്സ്, fourth one severity of grinding operation, fifth one is type of bone, and sixth one grain size, grade and structure, and seventh one method of grinding. ഇങ്ങനെയുള്ളതാണ് വരുന്നത്. സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുണ്ടാവുന്ന ഗ്രൈൻഡിങ് വീലിനുണ്ടാവുന്ന ഫോൾട്ട്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇഷ്യൂസാണ് ഈ ഗ്രൈൻഡിങ് വീലിന് ഉണ്ടാകുന്നത്. സോ അതിനെ നമുക്ക് ബേസിക്കലി 3 ഫോൾട്ട്സ് ആണ് വരുന്നത്. ഇതിന് ഒന്ന് ഗ്ലേസിങ്, രണ്ടാമത്തെ ലോഡിങ്, മൂന്നാമത്തത് ഗമ്മിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ 3 ഫോൾട്ട്സ് ആണ് ഉണ്ടാകുന്നത്. അതിൽ ഗ്ലേസിങ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അബ്രസീവ് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ അബ്രസീവ് പാർട്ടിക്കിളിൻ്റെ ഷാർപ്പ് എഡ്ജസ് കാരണമാണ് ഇവിടെ ഈ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. ഇത് കുറേ ഇങ്ങനെ ഈ മെറ്റീരിയൽ റിമൂവൽ നടക്കുമ്പോൾ ഇത് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഇത് ഡൾ ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ ഗ്ലേസിങ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. സോ it is the condition of the abrasive wheel in which the abrasive particles in the wheel becomes dull by wear and there is insufficient grain fracture and the grains are not released by the bone and hence causing the cutting surface of the wheel to take a shiny glass like structure called glazing of the wheel. സോ ഗ്ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേഞ്ഞ് ഇതിനൊരു ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ വരികയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ കട്ടിങ് ആക്ഷൻ പിന്നെ നടക്കുന്നില്ല, ഇതിന് ആ ഒരു ഷാർപ്നെസ് ഉണ്ടാവത്തില്ല. സോ അങ്ങനെയുള്ളൊരു കണ്ടീഷനെയാണ് ഗ്ലേസിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനുണ്ടാവാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ആയിട്ട് റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ വെരി ഹാർഡ് ടൂൾ യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഈ പറഞ്ഞ ഗ്ലേസിങ് ഉണ്ടാകുന്നത്.
ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വീലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏത് മെറ്റീരിയലാണോ നമുക്ക് അവിടെ ഗ്രൈൻഡിങ് ചെയ്യേണ്ടത് അതിന് പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ അതിന് സ്യൂട്ടബിൾ ആവുന്ന ഗ്രൈൻഡിങ് വീല് യൂസ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒരു റെമഡി എന്ന് പറയുന്നത്. രണ്ടാമത്തത് കട്ട് കുറയ്ക്കുക എന്നതാണ് വരുന്നത്. അടുത്ത വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിങ് എന്നുള്ളതാണ് അടുത്ത പ്രോബ്ലം. ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ചിപ്സ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ചിപ്സ് ഫോം ചെയ്യുന്നത് ഈ ഗ്രെയിൻസിൻ്റെ ഇടയ്ക്ക് പറ്റിപ്പിടിച്ചിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ ഗ്രെയിൻസ് പ്രോപ്പറായിട്ട് ഇതിൽ മെറ്റീരിയൽ റിമൂവൽ നടത്തി എന്ന് വരത്തില്ല. സോ അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ലോഡിങ് എന്ന് പറയുന്നത്. സോ ലോഡിങ് ഈസ് ദ വെൽഡിങ് ഓഫ് ചിപ്സ് to abrasive grains or mechanical trapping of chips in a pose of the grinding wheel and preventing the wheel from cutting freely. So ഈ ലോഡിങ്, ഈ മെറ്റീരിയൽ ലോഡിങ് ഉണ്ടാവുന്നത് കാരണമാണ് ഈ പറഞ്ഞ ലോഡിങ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവുന്നത്. അത് ഉണ്ടാവാനായിട്ടുള്ള കാരണം അല്ലെങ്കിൽ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയലിനെ നമ്മൾ ഹാർഡ് ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്തിട്ട്, ഹാർഡ് മെറ്റീരിയൽ മെഷീൻ ചെയ്യാനുള്ള ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്ത് സോഫ്റ്റ് മെറ്റീരിയൽ നമ്മൾ മെഷീൻ ചെയ്യുകയാണെങ്കിലാണ് ഈ പറഞ്ഞ കോസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുണ്ടാവാനായിട്ടുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കണ്ടീഷനാണെങ്കിലും ഈ ഇത് ഉണ്ടാവാനായിട്ടുള്ളത്. ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വീൽ സ്പീഡ് കൂട്ടുക, ഫൈൻ ഗ്രെയിൻ ആൻഡ് സോഫ്റ്റ് വീൽ ഡോണ്ട് ലോഡ് ഓൺ ദ വീൽ എന്നിങ്ങനെയുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഗ്രൈൻഡിങ് വീലിൻ്റെ സ്പെസിഫിക്കേഷൻ, നമ്മൾ ഗ്രൈൻഡിങ് വീൽ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ പാർട്ടിക്കിൾസാണ് വരുന്നത്, അബ്രസീവ് പാർട്ടിക്കിൾസാണ് വരുന്നത്, ഗ്രെയിൻ സൈസ് വരുന്നുണ്ട്, ഗ്രെയിൻ വരുന്നത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇനി അതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്. സോ സ്റ്റാൻഡേർഡ് വീൽ മാർക്കിങ്സ്, ഡയമീറ്റർ ഓഫ് ദ വീല്, ബോർ ഡയമീറ്റർ ഓഫ് ദ വീല്, തിക്നെസ് ഓഫ് ദ വീല്, ടൈപ്പ് ഓഫ് വീല് എന്നിങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ബേസിക്കലി ഗമ്മിങ് എന്ന് പറയുന്നത്. സോ ഇത് ഇത്രയുമാണ് ഈ പറഞ്ഞ ഗ്രൈൻഡിങ് വീലിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ. സോ ഗ്രൈൻഡിങ് വീലിനുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. അത് ഒന്നാമതായിട്ട് ട്രൂയിങ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്. ട്രൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഷേപ്പ്, ഗ്രൈൻഡിങ് വീലിൻ്റെ ഷേപ്പിനെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി ഒരു സ്പെസിഫിക് ടൂളുണ്ട്. ആ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രൂയിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരു ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ലോഡഡ് ആൻഡ് ഗ്ലേസ്ഡ് ടൂൾ ടു ഗെയിൻ ദ ഷാർപ്പ് ആൻഡ് അബ്രസീവ് പാർട്ടിക്കിൾസ്. ഈ തേഞ്ഞു പോയത് മാറ്റിയിട്ട്, ഈ പുറം ഭാഗം മാറ്റിയിട്ട് ഈ അതിൻ്റെ അകത്തുള്ള അബ്രസീവ് പാർട്ടിക്കിൾസിനെ നമുക്ക് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡ്രസ്സിങ് എന്നുള്ളൊരു ഓപ്പറേഷൻ. അതിന് വേണ്ടിയിട്ട് മെറ്റൽ ക്രഷർ, ഡയമണ്ട് ഡ്രസ്സർ അല്ലെങ്കിൽ അബ്രസീവ് സ്റ്റിക്സ് എന്നിവയുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. So truing and dressing of the grinding wheel എന്ന് പറഞ്ഞാൽ, truing it is the act of regenerating the required geometry on the grinding wheel, whether the geometry is a special form or a flat profile. Therefore truing produces macro geometry of the grinding wheel, and truing is also required on a new conventional wheel to ensure the concentricity of specific mounting system. In practice, the effective macro geometry of a grinding wheel is the vital importance and accuracy of the finished workpiece, directly related to effective wheel geometry. And dressing is the conditioning of the wheel surface, which ensures that the grit cutting edges are exposed from the bond, thus able to penetrate to the workpiece material. And also dressing attempts are made to splinter the abrasive grains to make them sharp and free cutting, and also remove any residue left by the material being ground. So ഡ്രസ്സിങ് എന്നുള്ള ഒരു ഓപ്പറേഷൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു മെറ്റീരിയൽ റിമൂവൽ നടത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള അകത്തുള്ള ഈ തേഞ്ഞു പോയതും ബാക്കിയുള്ളതും മാറ്റിയിട്ട് അകത്തുള്ള ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രസ്സ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. താങ്ക് യു.